ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ തകർക്കാം? അത് കാണണമെങ്കിൽ ദൂരേക്കൊന്നും പോകേണ്ട. നവകേരളത്തിൽ നമ്മുടെ നെയ്യാറ്റിൻകര കൊറ്റാമത്തെത്തിയാൽ മതി. കെൽപ്പാമിൽ പനയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളായ അക്കാനി, നൊങ്ക്, പനമ്പഴം, പനയോല എന്നിവ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനം. 1985 തുടങ്ങിയ കെൽപ്പാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചക്രശ്വാസം വലിക്കുകയാണ്. ഇതിനിടെയാണ് സ്ഥാപനത്തെ ഞെക്കിക്കൊല്ലാനുള്ള ശ്രമം. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കെൽപ്പാമിന്റെ MD നൽകിയ അന്വേഷണ റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. ഇവിടെ നടക്കുന്ന അഴിമതിയുടെ, നമ്മുടെ നികുതി പണം കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ ഇതിലുണ്ട്. വിപണിയിലെ ബഹുരാഷ്ട്ര കോളയോടാണ് നമ്മുടെ നാടൻ ഉൽപ്പന്നം മത്സരിക്കേണ്ടത്. അതിന് നയിക്കുന്നവർക്ക് ഇച്ഛാശക്തിയും അർപ്പണബോധവും വേണം. പക്ഷെ ഇവിടെ നടന്നത് എന്താണെന്നോ? സർക്കാർ കെൽപ്പാമിന് 2 കോടി ഗ്രാൻഡായി നൽകി. ആ പണം ഉപയോഗിച്ച് ഗ്ലാസ് കുപ്പി വാങ്ങി. പക്ഷേ വാങ്ങിക്കഴിഞ്ഞ് അഴിമതിക്ക് കളമൊരുക്കി. 2 കോടി കൊടുത്ത് വാങ്ങിയ കുപ്പികൾ അക്കൗണ്ട്സ് ഓഫീസർ L ശ്രീലേഖ വെറും 1,20,956 രൂപയ്ക്ക് മറിച്ചു വിറ്റു. അതായത് 1,98,00,000 രൂപ നഷ്ടപ്പെടുത്തി. തെളിവ് നശിപ്പിക്കാൻ അന്നത്തെ രജിസ്റ്റർ കീറി തുന്നിക്കെട്ടി. കെൽപ്പാമിന്റെ ചെയർമാൻ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് വിൽപ്പനയെന്നും റിപ്പോർട്ടിലുണ്ട്. സർക്കാർ കൊടുക്കുന്ന ഫണ്ട് ദുർവിനിയോഗം ചെയ്യുകയാണ് ഇവിടെ നടക്കുന്നത്. മാറി വരുന്ന എല്ലാ മാനേജ്മെന്റും ചെയ്യുന്ന പരിപാടി ഇതാണ്, ഫണ്ട് ദുർവിനിയോഗം ചെയ്യുക. തൊഴിലാളികൾക്ക് വേണ്ടി ഇതുവരെ ഒരു കാര്യവും ഇതുവരെ നടപ്പിലാക്കിയിട്ട് ഈ LDF സർക്കാരിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോഴും ഒന്നും നടക്കുന്നില്ല. പക്ഷേ അഴിമതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പകുതി തന്നെ ഓഡിറ്റിംഗ് നടത്തിയപ്പം തന്നെ അതിൽ അഴിമതി ഉണ്ട് എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത്. അത് വെച്ചാണ് ഞങ്ങൾ സർക്കാരിന് MLA തൊട്ട് വ്യവസായ വകുപ്പ് മന്ത്രിക്ക് വരെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ നടത്തിയ അന്വേഷണത്തിൽ ഇതെല്ലാം കണ്ടെത്തിയെങ്കിലും എല്ലാം അതോടെ നിലച്ചു. കെൽപ്പാമിന്റെ ആസ്ഥാനത്തുള്ള ഈ സെക്യൂരിറ്റി ക്യാബിൻ നിർമ്മിക്കാൻ 6 ലക്ഷം രൂപ ചെലവായെന്നാണ് കണക്ക്. പക്ഷെ അത് പച്ചക്കള്ളമാണെന്ന് ഈ നോക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ മനസ്സിലാകും. കാരണം ചെറിയൊരു മുറിയാണ് ഇത്തരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. എന്നിട്ടും സർക്കാർ യാതൊരു തരത്തിലുള്ള നടപടിയും ഇതിനെതിരെ, ഈ കൈയിട്ടുവാരലിനെതിരെ എടുത്തിട്ടില്ല. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.